ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന സൂചനകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിന് ചർച്ചകളും തുടങ്ങിയെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ താൻ തന്നെയാകും അധ്യക്ഷൻ എന്ന സൂചനയാണ് അണികൾക്ക് കെ. സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ സജീവ ചർച്ചകൾ നടക്കുന്നുവെന്നും മറ്റും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി സംസ്ഥാന അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പിലേക്ക് എത്താൻ ജനുവരി അവസാനത്തിലേക്ക് എത്തും. ഫെബ്രുവരിയോടെ മാത്രമേ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേൽക്കുകയുള്ളൂ. ഇതിൽ സംസ്ഥാന അധ്യക്ഷനെ ദേശീയ നേതൃത്വം നോമിനേറ്റ് ചെയ്യുന്നതാണ്. സമാനമായി ജില്ലാ അധ്യക്ഷന്മാരെയും നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുമുണ്ട്. തിരഞ്ഞെടുപ്പെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ തലത്തിലും സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചേക്കാനാണ് സാധ്യതകളുള്ളത്. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ എം.ടി. രമേശിന് അനുകൂലമായി സമവായം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം പാർട്ടി ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിൽ വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഉള്ളത്. എം.ടി. രമേശിന് അനുകൂലമായി അന്തിമഘട്ടത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വരാൻ സാധ്യതകളുണ്ട്. ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും എം.ടി. രമേശിന് അനുകൂലമായ ഘടകങ്ങളായി എടുത്തു പറയാൻ സാധിക്കും. മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ വോട്ടു വിഹിതം ഉയർത്തിയത് ശോഭാ സുരേന്ദ്രന് തുണയാകുമെന്നും പറയുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പ്രധാന സംഘടനാ പദവികൾ ലഭിച്ചേക്കും. സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമാക്കി പാർട്ടിയിൽ ചരടുവലികളുണ്ട്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ ആരാകണം എന്നതിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കുക. ആര് അധ്യക്ഷനാകുന്നതാകും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണകരമാവുക എന്നത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം അവരുടേതായ വിവരശേഖരണവും വിലയിരുത്തലും നടത്തുന്നുണ്ട്. കേരളത്തിലെ RSS നേതൃത്വവുമായും ചർച്ച നടത്തുന്നതാണ്. ഇതിനുശേഷമാകും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. RSS തീരുമാനവും അതിനിർണായകമാണ് ഈ ഘട്ടത്തിൽ. കേരള ബി.ജെ.പിയിൽ വൻ പൊളിച്ചുപണി നടക്കും എന്ന സൂചനകളും ഉണ്ട്. സംസ്ഥാനത്ത് 31 ജില്ലാ കമ്മിറ്റികൾ രൂപവത്കരിക്കാൻ സംസ്ഥാന കോർ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലാ കമ്മിറ്റികളുടെ എണ്ണം ഇരട്ടിയിലധികമാകും. 31 ജില്ലാ പ്രസിഡന്റുമാരും ഭാരവാഹികളും ഉണ്ടാകും. 10 ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ തിരിച്ചാണ് ഓരോ ജില്ലയാക്കുക. 5 ജില്ലകൾക്ക് 3 ജില്ലാ പ്രസിഡന്റുമാര് വീതമുണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകൾക്കാണ് 3 ജില്ലാ കമ്മിറ്റികൾ രൂപവത്കരിക്കുക. ഇക്കാര്യങ്ങൾ എല്ലാം ദേശീയ നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം ഉടനുണ്ടാകും. കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ എന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം തള്ളാനും സാധ്യതകൾ കാണുന്നുണ്ട്. ഇതിൽ RSS തീരുമാനമാകും നിർണായകമാവുക. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കലാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്.